ഞാനാണെങ്കിൽ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് വെറുതെ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ തോണ്ടി തോണ്ടി 12:30 ആയപ്പോഴാണ് എനിക്കൊരു ബോധോദയം വന്നത്. ചോറിന് കറിയൊന്നും ഇല്ലെന്ന്. ഞാൻ നോക്കിയപ്പം പച്ചക്കറി ഒന്നും ഇരിപ്പില്ല, ഒരു സാധനം ഇരിപ്പില്ല. ഞാൻ നേരെ അച്ചച്ചനോട് ചെന്ന് പറഞ്ഞു, അച്ചച്ച ഇന്ന് കറി വെക്കാനോ ഒന്നും ഇല്ലല്ലോ, ഞാൻ ഇനി എന്ത് ചോറിൻ്റെ കൂടെ ഞാൻ എന്നാ കറി തരും? അപ്പം അച്ഛൻ പറയും, ഈ 12:30 ആയപ്പോൾ ചോറിനാ നേരത്താന്നോടി നീ അതില്ല ഇതില്ലെന്ന് എന്നോട് പറയുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്കും പറഞ്ഞു. പിന്നാണ് എനിക്ക് പേടിയായി. ചോറ് കഴിക്കാൻ വരുമ്പം കറിയൊന്നും ഇല്ലെങ്കിൽ എന്നെ ഓടിക്കും. ഞാൻ ചെന്ന് അടുക്കളയിലോട്ട് നോക്കിയപ്പം കുറച്ച് പയർ ഇരിപ്പുണ്ട്, 2-3 കിഴങ്ങും 2 സവാള ഇരിപ്പുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഒരു കിഴങ്ങ് മെഴുക്കുരട്ടിയും പിന്നാണെങ്കിൽ ചെറുപയർ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് വേവിച്ചിട്ട് തേങ്ങ അരച്ച് ഒരു പരിപ്പ് കറി അങ്ങ് ഉണ്ടാക്കി. ചെറുപയർ വാങ്ങിച്ചത് സപ്ലൈകോന്നായിരുന്നു. ഇതാണെങ്കിൽ കുക്കറിലിട്ട് ഞാൻ 2-3 വിസിലടിച്ച്, എന്നിട്ട് ഈ പയറൊന്നും വെന്തില്ല. പിന്നെ തവി വെച്ച് ഞാനിങ്ങനെ ഇങ്ങനെ ഇടിച്ചിടിച്ച് ഒരു വിധത്തിലൊന്ന് ഇതാക്കി ശരിയാക്കി എടുത്ത്. എന്തായാലും ചടപടാന്ന് എന്തായാലും കറി വെച്ച്, അല്ലായിരുന്നെങ്കിൽ ഇന്ന് കാണായിരുന്നു അംഗം. സത്യം പറയാലോ, ഈ തട്ടിക്കൂട്ടി നമ്മൾ ഒരു ദിവസം കറി വെക്കുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ചൂട് ചോറിൻ്റെ കൂടെ പരിപ്പ് കറി ഒഴിച്ച് കഴിച്ചപ്പോൾ എന്നാ ടേസ്റ്റ് ആയിരുന്നെന്നറിയാമോ? എന്തായാലും എൻ്റെ കെട്ടിയവൻ ഹാപ്പിയായി, നല്ല വയറ് നിറച്ച് പുള്ളി ഫുഡ് കഴിച്ചു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങളെ വിചാരിച്ചും ചോറുണ്ട് കഴിഞ്ഞ് ഞാൻ കിടക്കാൻ പോവാന്ന്. അടുത്ത പണി ഉണ്ടായിരുന്നേ. കുറേ ദിവസമായിട്ട് ഞാൻ തുണി കഴുകിയിട്ട് ഇതുവരെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടില്ല. പിന്നെ അതൊക്കെ ഒന്ന് വെളിയിൽ കയറ് കെട്ടിയിട്ട് ഞാനൊന്ന് വെളിയിലൊക്കെ എടുത്തിട്ട് ഉണങ്ങാനായിട്ടേ. ഇന്നാ ഒന്ന് വെയിൽ കണ്ടത്. അത് കഴിഞ്ഞപ്പോൾ കുറേ തുണി അലക്കാനുണ്ടായിരുന്നു, അതും അലക്കിയിടണം. മെഷീൻ ഉണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. മെഷീൻ ഉള്ളത് എൻ്റെ അന്നക്കുട്ടിയാണ് മെഷീനകത്ത് കയറിയിരുന്നേ. അപ്പോൾ അത് റിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്തേക്കോ കടയിൽ. ഇനി അത് കിട്ടിയായിരുന്നു വളരെ സൗകര്യമായി പോയനായിരുന്നു. അങ്ങനെയായിരുന്നു നമുക്ക് ഡ്രയറിലിട്ട് തുണി ഉണക്കായിരുന്നു. ഇതിപ്പം കല്ലേ അലക്കി കഴിഞ്ഞ് ഈ തുണി ഉണങ്ങത്തില്ലെന്നേ. ഇവിടെ ചുറ്റിനും മരക്കാലമായതുകൊണ്ട് വെയിലൊന്നും കിട്ടത്തില്ല തുണി വിരിച്ചിടാനേ. അതുകൊണ്ട് ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ തുണി പെട്ടെന്ന് ഉണങ്ങി കിട്ടിയേനെ വരുന്നു. എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരെ ടാറ്റ ബൈ.